ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മൾ സാധനാ പഞ്ചകം, സോപാന പഞ്ചകം, ഉപദേശ പഞ്ചരത്നം എന്നൊക്കെ പല പേരുകളോടുകൂടിയ ഒരു ലഘു പ്രകരണമാണ് ചിന്തിക്കുന്നത്. നിവൃത്തിമാർഗക്രമത്തിൽ ഒരു സാധകൻ അവലംബിക്കേണ്ടുന്ന സാധനാക്രമങ്ങളെ അഥവാ അനുഷ്ഠാനങ്ങളെ ഒന്നൊന്നായി എണ്ണി പറയുകയാണിവിടെ. പരമമായ തത്വസാക്ഷാത്കാരത്തിലേക്കുള്ള പടവുകൾ അഥവാ പരമമായ ജീവൻ മുക്തിയിലേക്കുള്ള പടവുകൾ, ആ നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണ്. വേദോ നിത്യമധീയതാം തദുദിതം കർമ്മസ്വനുഷ്ഠീയതാം തേനേശസ്യ വിധീയതാമപചിതി കാമ്യേ മതിസ്ത്യജ്യതാം പാപൗഘപരിധൂയതാം ഭവസുഖേ ദോഷോനുസന്ധീയതാം ആത്മേച്ഛാവ്യവസീയതാം നിജഗൃഹാത് പൂർണ്ണം വിനിർഗമ്യതാം സംഗത്സത്സു വിധീയതാം ഭഗവതോ ഭക്തിർദൃഢാധീയതാം ശാന്ത്യാദിപരിചീയതാം ദൃഢതരം കർമാശു സന്ത്യജ്യതാം സദ്വിദ്വാനുപസർപ്യതാം പ്രതിദിനം തത്പാദുകേ സേവ്യതാം ബ്രഹ്മൈകാക്ഷരമർത്ഥ്യതാം ശ്രുതിശിരോ വാക്യം സമാകർണ്യതാം വാക്യാർത്ഥശ്ച വിചാര്യതാം ശ്രുതിശിരഃ പക്ഷഃ സമാശ്രീയതാം ദുസ്തർക്കാസു വിരമ്യതാം ശ്രുതിമതസ്തർക്കോനുസന്ധീയതാം ബ്രഹ്മൈവാസ്മി വിഭാവ്യതാമഹരഹർഗർവഃ പരിത്യജ്യതാം ദേഹോഹം അതിരുജ്യതാം ബുധജനൈർവാദഃ പരിത്യജ്യതാം. ഗുരുവിൽ നിന്ന് വേദാന്ത വാക്യത്തെ നീ കേൾക്കൂ. കേട്ടതുകൊണ്ട് കാര്യമായില്ല, കേട്ടതിനെ യുക്തിപൂർവം വിചാരം ചെയ്യണം. എന്നാൽ അങ്ങനെ യുക്തിപൂർവം വിചാരം ചെയ്യുമ്പോൾ എപ്പോഴും വേദാന്ത പക്ഷത്തെ ആശ്രയിച്ചുകൊണ്ടായിരിക്കണം വിചാരം. എന്തെങ്കിലും ഒരു ക്രമം വിചാര പ്രക്രിയയ്ക്ക് വേണം. ക്രമരഹിതമായ വിചാരം ഒരിക്കലും നമ്മളെ നിഗമനത്തിലെത്തിക്കില്ല. അതുകൊണ്ട് ശ്രുതിയുടെ അഭിപ്രായം വൈദികമായ പദ്ധതിക്ക് അനുസൃതമായിട്ട് വേണം വിചാരം ചെയ്യാൻ. അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ച ഭാഗം. തുടർന്ന് ദുസ്തർക്കാസു വിരമ്യതാം ശ്രുതിമതസ്തർക്കോനുസന്ധീയതാം. അപ്പൊ ദുസ്തർക്കാസു വിരമ്യതാം എന്ന് പറഞ്ഞു.
ദുസ്തർക്കം ചെയ്യാനുള്ള ഒരു വാസന പലപ്പോഴും സാധകന്മാർക്ക് വലിയ തടസ്സമായിട്ട്, അല്ലെങ്കിൽ സാധനാമാർഗത്തിൽ നിന്ന് നിപതിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ശാസ്ത്ര സ്വാധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സംശയ നിവൃത്തിയിലേക്ക് താൻ ഉയർന്നു എങ്കിലൊരു പ്രശ്നവുമില്ല. അല്ലാതെ ഗുരുവിൽ നിന്ന് ശാസ്ത്രം ശ്രവിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അറിയാതെ തർക്കങ്ങളിൽ ഏർപ്പെടാനുള്ളൊരു പ്രവണത ഉള്ളിൽ നിന്ന് വരും. അത് വലിയ പതനമായിരിക്കും. കാരണം അതർക്യമാണ് സത്യം. എന്നിരിക്കെ നമ്മൾ കുതർക്കങ്ങളിൽ, ദുസ്തർക്കങ്ങളിൽ വ്യാപരിച്ചാൽ എന്തിനാണോ ശാസ്ത്ര സ്വാധ്യായം, ആ ലക്ഷ്യപ്രാപ്തി നമുക്ക് സാധിക്കില്ല. ഇത് വളരെ ശ്രദ്ധേയമാണ്. പലപ്പോഴും നമുക്ക് പറ്റിപ്പോകുന്നൊരു കുഴപ്പമാണ്. സാധനാക്രമങ്ങളിലൊക്കെ വ്യാപരിക്കും, ശാസ്ത്ര സ്വാധ്യായമൊക്കെ ചെയ്യും, വെറുതെ തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെട്ട് സ്വയം അധപ്പതിക്കും. അതുകൊണ്ട് മുന്നറിയിപ്പ് തരികയാണ് ഗുരുനാഥൻ, ദുസ്തർക്കാത് സുവിരമ്യതാം. ദുസ്തർക്കത്തിൽ നിന്നും നല്ല പോലെ വിരമിക്കൂ. വിരമിച്ചാൽ പോരാ, നല്ല പോലെ വിരമിക്കൂ. ഒട്ടും ദുസ്തർക്കങ്ങളിലേക്ക് പോകരുത്. തർക്കങ്ങളിലേക്ക് നമ്മളെ വലിച്ചഴയ്ക്കുന്ന സാഹചര്യങ്ങൾ വന്നാൽ ബുദ്ധിപൂർവ്വം മാറിക്കൊള്ളണം. തർക്കങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കാണ് വികാര വിക്ഷോഭം വരുന്നത്. തർക്കത്തിൽ സിദ്ധാന്ത സ്ഥാപനമാണ് ലക്ഷ്യമാവുന്നത്, അവനവൻ്റെ സാധനയല്ല. അവനവൻ ഏതൊരു പക്ഷത്തെ സമാശ്രയിക്കുന്നു അത് നാലാളുടെ മുമ്പിൽ സമർത്ഥിക്കണം. സമർത്ഥിക്കപ്പെട്ട ഒരു സന്തോഷം, സമർത്ഥിക്കപ്പെടുമ്പോൾ നമ്മുടെ പക്ഷക്കാർ പ്രശംസിക്കും. ആ പ്രശംസ കേൾക്കുമ്പോൾ ഒരു അഭിമാനം. ഇതൊക്കെയാണ് എല്ലാ സാധനാ വിഘ്നങ്ങളാണ്. അതുകൊണ്ട് സാധകൻ ദുസ്തർക്കങ്ങളിൽ പ്രവർത്തിക്കാതിരിക്കണം. ദുസ്തർക്കാസു വിരമ്യതാം. എന്നാൽ അതുകൊണ്ട് ശാസ്ത്രീയമായ തർക്കം വേണ്ടേ? തീർച്ചയായിട്ടും വേണം. അവിടെ പറയാണ് ശ്രുതിമതസ്തർക്കോനുസന്ധീയതാം. ശ്രുതിമത തർക്ക അനുസന്ധീയതാം. വേദം മുന്നോട്ട് വയ്ക്കുന്ന തർക്കങ്ങളുണ്ട്. വേദം മുന്നോട്ട് വയ്ക്കുന്ന തർക്കങ്ങൾ നീ അനുസന്ധാനം ചെയ്യൂ. ഗുരുശിഷ്യ സംവാദ രൂപത്തിൽ നിരവധി തർക്കങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പൂർവപക്ഷ സിദ്ധാന്ത രൂപത്തിൽ. അങ്ങനെ ശാസ്ത്രത്തിൽ ആചാര്യന്മാർ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളതായ വൈദികങ്ങളായ തർക്ക പദ്ധതികളെ നീ പിന്തുടരൂ. അത് സ്വയമാണ്, അത് വേറുള്ളവരുമായിട്ടല്ല. ഇനി ഒരു ഗുരുനാഥൻ്റെ ശിഷ്യന്മാർ, സബ്രഹ്മചാരിമാർ ഒത്തുചേർന്നിരുന്ന് ശാസ്ത്രാനുസാരം സുതർക്കം ചെയ്യുന്നത് നല്ലതാണ്. അത് സുതർക്കമാണ്, പദാർത്ഥ നിർണയത്തിനുള്ള തർക്കമാണ്. ഗുരുനാഥൻ തങ്ങൾക്ക് തന്നതിനെ അനുസന്ധാനം ചെയ്യലാണ്. അത് നല്ലതാണ്. അതെപ്പോഴും ഒരു ബ്രഹ്മാഭ്യാസം എന്ന നിലയ്ക്കായിരിക്കണം. തനിക്കറിയുന്ന ആശയങ്ങൾ, താൻ അനുസന്ധാനം ചെയ്ത് ഉറപ്പിച്ച ആശയങ്ങൾ കൈമാറുന്നു. അയാൾ അനുസന്ധാനം ചെയ്ത് ഉറപ്പിച്ച ആശയങ്ങൾ സ്വയം ശ്രവിക്കുന്നു. ഇങ്ങനെ പരസ്പരം പൂരകമാകുന്ന രീതിയിൽ വേദോക്തങ്ങളായ തർക്കങ്ങളെ, അല്ലെങ്കിൽ വേദാനുസൃതങ്ങളായ തർക്കങ്ങളെ നീയും അനുസരിക്കൂ. ശ്രുതിമതസ്തർക്കോനുസന്ധീയതാം. വ്യക്തമാണല്ലോ ഇല്ലേ? അപ്പൊ പിന്നെ എന്താ ചെയ്യാ?
ശാസ്ത്രവും പഠിച്ചു, തർക്കിക്കാനും പറ്റില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അതൊക്കെ കൂടെ ശാസ്ത്രം പഠിച്ചാൽ തർക്കത്തിനാ പലർക്കും നോട്ടം. അപ്പൊ പറയുന്നു ബ്രഹ്മൈവാസ്മി വിഭാവ്യതാം, ബ്രഹ്മ ഏവ അസ്മി ഇതി വിഭാവ്യതാം. ഗുരുനാഥനിൽ നിന്ന് മഹാവാക്യ ശ്രവണം ചെയ്തില്ലേ? ആത്മബ്രഹ്മൈക്യമല്ലേ അവിടെ നീ ശ്രവിച്ചത്? വിചാരം ചെയ്ത് ഉറപ്പിച്ചത് അതല്ലേ? ഇനി ഗ്രന്ഥരാശിയിൽ കയറി പിടിച്ച് തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെട്ട് സമയം കളയരുത്. തർക്കവിതർക്കങ്ങൾ എപ്പോഴും ഗ്രന്ഥരാശിയെ പിൻപറ്റിയിട്ടാണ്. അതെ, അതിലിത് പറഞ്ഞു ഇതിലിത് പറഞ്ഞു എന്നുള്ളതാണ് തർക്കത്തിൻ്റെ അടിസ്ഥാനം. നീ സ്വാനുഭൂതിയിലേക്ക് അല്ലെങ്കിൽ ദൃഢപ്രജ്ഞയിലേക്ക് അല്ലെങ്കിൽ വിജ്ഞാനത്തിലേക്ക് ഉയരുക എന്നുള്ളതാണോ ലക്ഷ്യമാക്കുന്നത്? എങ്കിൽ ഈ തർക്കങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കൂ. ശാസ്ത്രത്തിൽ നിന്ന് ധ്യേയം എന്തെന്ന് ലഭിച്ചു കഴിഞ്ഞാൽ തൽക്കാലം നീ ശാസ്ത്രം മാറ്റിവെച്ചോളൂ. അതിൻ്റെ സാരം നിനക്ക് ലഭിച്ചില്ലേ? ഇനി അതനുസന്ധാനം ചെയ്യൂ. ബ്രഹ്മൈവാസ്മി വിഭാവ്യതാം, ബ്രഹ്മ ഏവ അസ്മി. അസ്മി എന്ന് പറഞ്ഞാൽ അഹമസ്മി, ഞാനാകുന്നു, ഞാൻ ബ്രഹ്മമാകുന്നു. അഹം ബ്രഹ്മാസ്മി, ബ്രഹ്മ ഏവ അസ്മി. അസ്മി പ്രയോഗം അഹമസ്മിന്നേ വരൂ. അതുകൊണ്ട് അഹമസ്മി, ബ്രഹ്മ അഹമസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് അനുസന്ധാനം ചെയ്യൂ, വിഭാവന ചെയ്യൂ. ഇതാണ് ശാസ്ത്രസാരം. ശാസ്ത്രം നിന്നോട് ഉപദേശിച്ചത് നീ ബ്രഹ്മം എന്നാണ്. ഗുരുനാഥൻ പകർന്നു നൽകിയത് ഈ അറിവാണ്. ആ മഹാവാക്യാർത്ഥത്തെയാണ് വിചാരം ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ യാതൊന്ന് വിചാരം ചെയ്ത് ഉറപ്പിച്ചോ, അത് വീണ്ടും വീണ്ടും ഭാവന ചെയ്യൂ. അഹം ബ്രഹ്മാസ്മി. അതെങ്ങനെയാണ്? സച്ചിദാനന്ദ രൂപനാണ് ഞാൻ. ഒരു ശാസ്ത്രത്തിൻ്റെയും സഹായമില്ലാതെ തന്നെ യുക്തിപൂർവം ഞാൻ സച്ചിദാനന്ദമാണെന്നറിയുന്നു. ഞാൻ ഉണ്ട് എന്നും ഞാൻ അറിയുന്നു എന്നും ഞാൻ ആനന്ദമാണെന്നും അറിയുന്നു. ശാസ്ത്രത്തിലൂടെ ഈ സത്തും ചിത്തും ആനന്ദവുമാണ് ബ്രഹ്മലക്ഷണം എന്നറിയുന്നു. ഞാൻ സത്തും ചിത്തും ആനന്ദവുമാണെന്ന് അറിയാൻ ശാസ്ത്രം വേണ്ട. ബ്രഹ്മം സർവജഗത് കാരണം, സർവജഗത് ആശ്രയം, സർവജഗത് നിധനം, സത്തും ചിത്തും ആനന്ദവുമാണെന്നറിയാൻ ശാസ്ത്രം വേണം. അപ്പോൾ തൻ്റെ അനുഭവവും യുക്തിയും ശാസ്ത്രവും എല്ലാം ഇവിടെ ഒന്നായിത്തീരുന്നു. സച്ചിദാനന്ദമാണ് ഞാൻ, സച്ചിദാനന്ദ സ്വരൂപമാണ് ബ്രഹ്മം, ബ്രഹ്മമാകുന്നു ഞാൻ. ഉണ്മ രണ്ടില്ല, അസ്തിത്വം രണ്ടില്ല. എല്ലാം ഉണ്ടെന്നുള്ളത് എന്തിനാലോ അത് തന്നെ ഞാൻ. എന്തുകൊണ്ട്? ഞാൻ ഉണ്ടെന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. ഞാൻ ഉണ്ടെന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. അതുകൊണ്ട് ഉണ്മയാകുന്നു ഞാൻ. ഞാൻ പരമപ്രേമത്തിന് ആസ്പദമാണെന്നുള്ളതിൽ സംശയമില്ല. അതെൻ്റെ അനുഭവമാണ്. ഞാൻ ഏറ്റവുമേറെ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് എൻ്റെ അനുഭവമാണ്. ആനന്ദമാകുന്നു ഞാൻ. ഞാൻ അറിയുന്നു എന്നുള്ളതും എൻ്റെ അനുഭവമാണ്. അറിവാകുന്നു ഞാൻ. ഇങ്ങനെ സത്വം ചിത്തും ആനന്ദവുമാണ് ഞാനെന്ന് അനുസന്ധാനം ചെയ്യൂ. ബ്രഹ്മൈവാസ്മി വിഭാവ്യതാം, അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യത്തിൻ്റെ പരം ലക്ഷ്യത്തെ നീ വിഭാവന ചെയ്താലും, അങ്ങനെ വിഭാവന ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അല്പം ദിശ മാറിപ്പോയി കഴിഞ്ഞാൽ, ശാസ്ത്രജ്ഞാനത്തിൽ മാത്രം കുടുങ്ങിക്കഴിഞ്ഞാൽ
നമ്മൾ ഗർവത്തിലെത്തിപ്പോവും. ഞാൻ ബ്രഹ്മമാണെന്ന് തോന്നുകയായി. ഞാൻ ബ്രഹ്മമാണെങ്കിൽ എല്ലാം ബ്രഹ്മം തന്നെയാണ്. അത് പലപ്പോഴും തോന്നില്ല. സർവബന്ധനങ്ങൾക്കും ഉപരി എത്തിക്കാനാണ് ശാസ്ത്രം. പക്ഷെ പലപ്പോഴും ശാസ്ത്രം ഗർവമാകുന്ന, ശാസ്ത്രാഭിമാനമാകുന്ന ബന്ധനത്തിന് കാരണമാകും. ഞാൻ ഇത്രയേറെ പഠിച്ചവനാണ്, ഞാനിതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു, ഞാൻ ആള് തിരക്കേടില്ല എന്നൊക്കെ അറിയാതെ വരും. ചോദ്യം ഈ തലത്തിലും വരുമോ? ഈ തലത്തിലും വരും. ശാസ്ത്രവിചാരത്തിൻ്റെ ഈ ഒരു ഉന്നതമായ തലത്തിലെത്തിയാലും അഹങ്കാരവും ഗർവവും ഒക്കെ വരാം. തീർച്ചയായിട്ടും വരാം. ഏത് ഘട്ടത്തിലും വരാം. അസൂയ തുടങ്ങിയവ വരാം, ദുരഭിമാനം തുടങ്ങിയവ വരാം. വരില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ വിദ്വാനാണ്, ഞാൻ ശാസ്ത്രത്തിൻ്റെ ഇന്ന പ്രക്രിയകൾ പഠിച്ചവനാണ് എന്നൊക്കെ വരാം. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി വിചാരപൂർവമായി ജീവിക്കേണ്ടതാണ്. അഹരഹ, ദിവസവും ദിവസവും. ഒരു ദിവസമല്ല, എപ്പോഴത് വന്നുകൂടാന്നറിയില്ല, പറയാൻ പറ്റില്ല. ഇനി വിചാരം ചെയ്യേണ്ടതില്ലാത്ത അവസ്ഥ വരെ വിചാരം ചെയ്യണം. വിചാരം കൊഴിഞ്ഞു പോകുന്നത് വരെ വിചാരം ചെയ്യണം. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഉപനിഷത്തിൽ വ്യക്തമായി നമ്മളോട് പറയുന്നത്, താവദേവ നിരോധവ്യം യാവത് ഹൃദി ഗതം ക്ഷയം. യാവത് ഹൃദി ഗതം ക്ഷയം. സർവ അഹങ്കാര മമത്വങ്ങളും പ്രത്യേകാത്മഭാവത്തിൽ ക്ഷയിക്കുന്നത് വരെ നിരോധിച്ചോളണം, വിചാര സാധന ചെയ്തോളണം. ഇല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പതനം ഏർപ്പെടാം. ഈ പതനം എന്ന് പറയുന്നത് ലോകദൃഷ്ടിയ ഉയർച്ചയായിരിക്കും കേട്ടോ, അത് മനസ്സിലാക്കണേ. ലോകദൃഷ്ടിയ ഉയർച്ചയായിരിക്കും. വലിയ സ്വാമിയാണ്, അല്ലെങ്കിൽ വലിയ വിദ്വാനാണ്. അറിയില്ലേ പണ്ഡിതരത്നം സ്വാമി ചിദാനന്ദപുരി? അതെ, എന്താ മനസ്സിലാക്കിയിട്ടുള്ള? പണ്ഡിതരത്നം സ്വാമി ചിദാനന്ദപുരിയാണ്. ഞാൻ ആള് മോശക്കാരനല്ല, വെറുതെ ആർക്കും പണ്ഡിതരത്നം തരുവോ? അപ്പൊ മോശക്കാരനല്ലാന്ന് ഉറപ്പല്ലേ? അതാണ്. ഇങ്ങനെ അറിയാതെ എപ്പോഴാ ഗർവം കയറി വരിക എന്നുള്ളത് പറയാൻ വയ്യ. അതുകൊണ്ട് ദിവസവും ശോധന ചെയ്തോളണം. ദിവസവും ശോധനം ചെയ്യണം, ശുദ്ധീകരിക്കണം. ദിവസവും എപ്പോഴും ശാസ്ത്രവിചാരം ചെയ്യണം. ശാസ്ത്രവിചാരമില്ലെങ്കിൽ ശാസ്ത്രം അഹങ്കാരത്തിന് ഗർവത്തിനായിക്കൊണ്ട് തീരും. അതുകൊണ്ടാണ് ഇവിടെ ഗുരുനാഥൻ അഹരഹ, ദിവസവും ദിവസവും എന്നും ഗർവ പരിത്യജ്യത. ഒരിക്കൽ പരിത്യജിച്ചാൽ പോരെ, എപ്പോഴാ വന്നു കൂടുക എന്നറിയില്ല. അതൊരു സാധനയാണ്. എവിടെ ശാസ്ത്ര വിചാരം അസ്തമിക്കുന്നുണ്ടോ അവിടെ മറ്റ് പല വിചാരങ്ങളും കടന്നുകൂടും. പറയാൻ പറ്റില്ല. ഇതൊക്കെ വളരെ വിസ്തരിച്ച് പല ദൃഷ്ടാന്തങ്ങൾ സഹിതം പറയേണ്ടതാണ്, സമയം അനുവദിക്കുന്നില്ല. അത് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് മെല്ലെ ചോദിച്ചത്, ഇതിപ്പോൾ എത്രാമത്തെ ദിവസമാണ്? സ്വാമി നാളെയും കൂടിയേ ഉള്ളൂ. അയ്യോ അയ്യോ, ഇത്രയാണെന്ന് വെച്ചാൽ പിന്നെ എന്താ ചെയ്യുക എന്നിപ്പോൾ സംസാരിച്ചതിന് ശേഷം അപ്പോൾ തുടങ്ങിയത്. അതാ മെല്ലെ ഇദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചത്, ഇന്നിപ്പോൾ എത്രാമത്തെ ദിവസമാണ്, എത്ര ദിവസമാണ് അപ്പോൾ ഇതുള്ളത് എന്ന്. നമുക്കൊരു ശ്ലോകം വിചാരം ചെയ്താൽ മതിയായിരുന്നു നല്ലോണം. എന്താവട്ടെ, ശരി. അപ്പോൾ അഹരഹർ ഗർവ പരിത്യജ്യതാം, പ്രതിദിനം ഗർവത്തെ പരിത്യജിക്കേണ്ടതാകുന്നു. എങ്ങനെ പരിത്യജിക്കണം? നിത്യം വിചാര സാധന ഉണ്ടാവുക, ഇത്രയേ വേണ്ട, വേറൊന്നും വേണ്ട.
ഗർഭത്തെ ഉപേക്ഷിക്കണം, ഗർഭത്തെ ഉപേക്ഷിക്കണം, ഗർഭത്തെ ഉപേക്ഷിക്കണം എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. അതിനൊരാവശ്യമില്ല. അത് വലിയ മറ്റൊരു പതനമായിരിക്കും. ശാസ്ത്രവിചാരത്തിൽ മുറുകെ കഴിഞ്ഞോളാം. അപ്പൊ പിന്നെ വേറൊരു ദോഷവും നമ്മളെ ബാധിക്കില്ല. എവിടെ ശാസ്ത്രവിചാരം നിൽക്കുന്നുവോ അവിടെ വിഷയവിചാരങ്ങൾ വരും. അപ്പോഴാണ് അത് ഏത് തരം ദോഷമായാലും പതുക്കെ പതുക്കെ അങ്കുരിക്കുന്നത്. സംശയമില്ല. അതുകൊണ്ട് ഗർവം എല്ലാ പ്രകാരത്തിലും പരിത്യജിക്കണം. നമുക്കൊക്കെ ഏതൊക്കെ തരത്തിലാ ഗർവം തോന്നാന്ന് അറിയില്ല. പലതരത്തിൽ തോന്നാം. മനുഷ്യന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ചാൽ മതി. ഞാൻ വേദാന്തമൊക്കെ പഠിച്ചു. ഇപ്പോൾ വേദാന്തം ചിദാനന്ദപുരി സ്വാമിയുടെ വേദാന്ത ക്ലാസ് ഉണ്ടെന്ന് കേട്ടാൽ ധാരാളം പേര് വരുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു പിരി ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയ എന്താ സ്ഥിതി? എന്താ ഒരു പിരി ഒരല്പം ലൂസായി ലൂസായ കുഴപ്പമില്ല, ആൾക്കാർ ധാരാളം പിന്നാലെ കൂടും. കാരണം ലൂസ് ആൾക്കാരെ കൂടാ ഒരു സുഖ. ഒരല്പം ടൈറ്റ് ആയാൽ ഒരാൾ വരുമോ? അയ്യോ അവിടേക്ക് പോണ്ടാട്ടോ. എന്താ അത് നമ്മളെ സ്വാമിക്ക് ഇപ്പോൾ പുരിയല്ല, അപ്പൊ പിരിയാ. പിരി കുറച്ച് ടൈറ്റ് ആയിരിക്കാ പറയില്ലേ? ഇല്ല, പറയില്ല, പറയും. സംശയമില്ല, അടുക്കാൻ പറ്റില്ല. ഇതിപ്പോ ഒരു കറക്റ്റ് ഒരു സ്ക്രൂ പിരിച്ച് വെച്ച പോലെയാണേ. അത് കഴിഞ്ഞാൽ എന്താ ഒന്നുമില്ല. ആർക്കും എപ്പോഴും വരാം, ഏതവസ്ഥയിലുള്ളവർക്കും വരാം. തമാശയെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് ഒന്നിന്റെ പേരിലും ഗർഭത്തിന് വകുപ്പില്ലേ? ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക. ഒന്നിന്റെ പേരിലും ഗർഭത്തിന് വകുപ്പില്ല. ഉണ്ടോന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ അങ്ങനെ കഴിഞ്ഞോളാം. അങ്ങനെ കഴിയുമ്പോ എന്തിനാ പരിശ്രമിക്കണ്ടേ? ദേഹോഹം അതിരുജ്യതാം. ഞാൻ ദേഹമാകുന്നു എന്നുള്ള ബുദ്ധിയെ നീ ഉജ്യതാം ഉപേക്ഷിച്ചാലും. ദേഹോഹം അതിരുജ്യതാം. ദേഹമാകുന്നു ഞാൻ എന്നുള്ള ബുദ്ധിയാണ്. ലോകവ്യവഹാരം മുഴുവൻ നമുക്കതാണ് ഉറപ്പിക്കുന്നത്. അതെ, നമുക്ക് നാമത്തോട് താതാത്മ്യം ഇല്ലാതാവാൻ നാമത്തോടുള്ള താതാത്മ്യം, രൂപത്തോടുള്ള താതാത്മ്യം ഇതാണല്ലോ. നാമരൂപങ്ങളോടുള്ള താതാത്മ്യമൊക്കെ ഇല്ലാതാക്കാൻ പല സാധനാക്രമങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അതാണല്ലോ ഗുരുനാഥൻ പേരൊക്കെ മാറ്റണത്. പേരിനോടുള്ള താതാത്മ്യം മാറി, അല്ലെങ്കിൽ മാറണം. അങ്ങനെ ഇരിക്കുമ്പോൾ പുതിയ പേരിനോട് താതാത്മ്യം വരാം. അപ്പൊ ഗുരുനാഥൻ വീണ്ടും പേര് മാറ്റും. അങ്ങനെയാ. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പേര് ആർക്കുള്ളതാണ്? ഒന്നും കൂടി ചോദ്യം. ഈ പേര് ആർക്കുള്ളതാണ്? ദേഹത്തിനുള്ളതാണ്. ഇപ്പൊ സ്വാമി ചിദാനന്ദപുരി എന്ന് ഗുരുനാഥൻ പേരിട്ടെങ്കിൽ അത് ഈ ദേഹത്തിനുള്ളതാ. ദേഹത്തെ കണ്ട് തിരിച്ചറിയാനുള്ളതാ. അവിടെയും ദേഹബുദ്ധി തന്നെയാ ഉറപ്പിക്കണത്. ദേഹസംബന്ധിത്വമുള്ള നാമം മാറ്റി ദേഹസംബന്ധിത്വമുള്ള രൂപത്തിൽ പല മാറ്റങ്ങളും വരും, ശരിയാണ്. പക്ഷെ ദേഹത്തിൽ വീണ്ടും തുടരാം. അതുകൊണ്ട് ഇത് കേവലം മജ്ജാസ്ഥി മാംസ മല മൂത്രപാത്രമാണെന്നറിയുക, വേറൊന്നുമല്ല. ഇതൊരു വാഹനമാണ്, നല്ല വാഹന. മനുഷ്യ ശരീരം വളരെ ഉത്കൃഷ്ടമാണ്, അതിൽ സംശയമൊന്നുമില്ല. എപ്പോ ജ്ഞാനാർജനത്തിന് ഉപകരിക്കുന്ന ഒരു ഉപകരണം എന്ന നിലയ്ക്ക് നോക്കുമ്പോൾ ഉത്കൃഷ്ടമാണ്. അല്ലാണ്ട് മനുഷ്യദേഹത്തിന് എന്താ ഒരു കേമത്തുള്ളേ? ഒരു കേമത്വം ഇല്ല. ആശ്രമത്തിൽ സ്ഥിരമായിട്ട് എപ്പോഴും ഉണ്ടാവുന്ന ഒരു സ്വാമിയാര് എപ്പോഴും വരും. 2 കൊല്ലമായിട്ട് അവിടെ തന്നെയാ. മറ്റേ ഇടയ്ക്കിടയ്ക്ക് വരും പോവും, അങ്ങനെയായിരുന്നു. 2 കൊല്ലമായിട്ട് അവിടെ തന്നെയാ. ഇപ്പൊ തീരെ വയ്യ, ആശുപത്രിയിലാണ്. ഇന്നലെ ഒരു ഉച്ചയ്ക്ക് പോകുന്നാണ്ട് ഉറപ്പിച്ചതാ. പോണില്ല, എന്താ ഇപ്പൊ ചെയ്യാ? പ്രാണം പോണില്ല.
പ്രദേശത്താരും നിൽക്കില്ല ദുർഗന്ധം കൊണ്ട്. ഉള്ളു മുഴുവൻ പഴുത്തിരിക്കുക. ഉള്ളു മുഴുവൻ പഴുത്തിരിക്കുക. കൈ മരിച്ചു, കാല് മരിച്ചു, ഒക്കെ മരിച്ചു. പക്ഷെ പ്രാണം പോണ്ടേ? 2 കൈയും മരിച്ചു, 2 കാലും മരിച്ചു, മറ്റെല്ലാ ഭാഗങ്ങളും മരിച്ചു, ആള് മരിച്ചിട്ടില്ല. എന്താ ഇപ്പൊ ചെയ്യാ? ഇതാണ് സ്ഥിതി. അദ്ദേഹം വലിയ വൃത്തിയാ. ഞങ്ങളൊക്കെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണെങ്കിൽ അദ്ദേഹം ഞങ്ങൾ ഇരിക്കണ പോലെ ഇരിക്കില്ല. അദ്ദേഹത്തിന് എപ്പോഴും ഒരു തുണി ഉണ്ടാവും. ആ തുണിയെ നാട് വിരിച്ച് അതിലേ ഇരിക്കുള്ളൂ. അതെപ്പോഴും അലക്കി വെടിപ്പാക്കി അങ്ങനെ വെച്ച് വൃത്തിയും വെടിപ്പും. എന്താ വൃത്തിയും വെടിപ്പും? ഇത്ര വൃത്തിയും വെടിപ്പുള്ള ഒരു മനുഷ്യനെ കാണില്ല. ഇപ്പോഴോ എന്താ സ്ഥിതി? ജനങ്ങൾ അടുത്ത് പോവാൻ മടിക്കും. ആ അവസ്ഥയിലാണ്. എല്ലാ പരിചരണവും നൽകുന്നുണ്ട്, അത് വേറെ വിഷയം. നമുക്കാവുന്നതൊക്കെ നമ്മൾ നൽകുന്നുണ്ട്, സാധിക്കണതൊക്കെ നൽകുന്നുണ്ട്. ആശുപത്രിയിൽ അവരും നല്ലപോലെ നോക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് സ്ഥിതി. ഇതൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. എപ്പോ ഓർമ്മ ഉണ്ടാവില്ല? ബാക്കി പറയണില്ല. അപ്പൊ അതുകൊണ്ട് ഈ ദേഹമാകുന്നു ഞാൻ എന്നുള്ള വെറുതെ വിട്ടിത്തൊന്നും വിചാരിക്കേണ്ട. ഇതൊരു ഉപകരണം, എനിക്ക് ജീവിതയാത്ര ചെയ്യാനുള്ള ഉപകരണം. ഇതിനെ നന്നായി കൊണ്ടുപോകണം. വെള്ളം വേണ്ടത്ര കൊടുക്കണം, ഭക്ഷണം വേണ്ടത്ര കൊടുക്കണം, വേണ്ടാധീനങ്ങളിലൊന്നും പ്രവർത്തിക്കരുത്, ഒക്കെ നല്ല പോലെ പെരുമാറിക്കോളുക. എന്നിട്ട് ഈ വാഹനത്തെ കണ്ടീഷനാക്കി വെച്ചിട്ട് കൊണ്ടുപോയിക്കോളുക. അതിൽ കവിഞ്ഞത് ഞാനാണെന്ന് വെറുതെ വിചാരിക്കേണ്ട. ദേഹോഹം അതിരുജ്യതാം. ശ്രദ്ധിക്കുക. സർവോപരി സാധനാക്രമത്തിൽ ജീവിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഉപദേശമാണ് ബുധജനൈർവാദ പരിത്യജ്യതാം. ബുധജനൈഹി, ബുധജനങ്ങളുമായിട്ട്, വിദ്വാൻമാരുമായിട്ട് വാദത്തെ ഉപേക്ഷിക്കണം. ആദ്യം പറഞ്ഞില്ലേ ഇത് ദുസ്തർക്കത്തിൽ പോവരുതെന്ന്? ദുസ്തർക്കത്തിൽ പോവരുത് നേരത്തെ പറഞ്ഞു, ശരിയാ. അത് കഴിഞ്ഞു. ശാസ്ത്രാനുസൃതമായി തർക്കം ചെയ്യാൻ പറഞ്ഞു, ഗർവം ഉപേക്ഷിക്കാൻ പറഞ്ഞു, ദേഹോഹം ബുദ്ധി ഉപേക്ഷിക്കാൻ പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞു. ഇതൊക്കെ ആയാലും നമുക്ക് അനേകം വിദ്വാൻമാരുമായി ബന്ധപ്പെടേണ്ടി വരും ലോകത്തിൽ ജീവിക്കുമ്പോൾ. അപ്പൊ വിദ്വാൻമാരുമായിട്ടുള്ള വ്യവഹാരം എങ്ങനെയായിരിക്കണം? ഒരു സാധകന്റെ വ്യവഹാരം എങ്ങനെയായിരിക്കണം? പറയാണ് ബുധജനൈഹി വാദഃ പരിത്യജ്യതാം. വിദ്വാൻമാരുമായി വാദം ചെയ്യാൻ പാടില്ല. ആരുമായിട്ടും വാദത്തിൽ പോയിട്ട് കാര്യമൊന്നുമില്ല. വാദോനാവലംബ്യ, വാദത്തെ അവലംബിക്കാൻ പാടില്ല, അത് വേറെ വിഷയം. പക്ഷെ വിദ്വാൻമാരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഇത്ര വരെ ഭാഷ്യകാരൻ പറയുന്നുണ്ട് കേട്ടോ, അവരുടെ മുമ്പിൽ ശ്വാസം കഴിക്കരുത്. വിദ്വാൻമാരുടെ മുമ്പിൽ പ്രശ്വാസം അഭിന കുര്യാത്, പ്രശ്വാസം പോലും ചെയ്യരുത്. അല്പം ശബ്ദത്തോടു കൂടിയുള്ള ശ്വാസം ഉണ്ടല്ലോ, അതുപോലും പാടില്ല. അടക്കി പിടിച്ച് നിന്നോളണം. പക്ഷെ എന്താ അവർ പറയുക എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. ഇത് പലപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മൾ സത്സംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അറിവുകൾ വിദ്വാന്റെ മുമ്പിൽ വിളമ്പാനാണ് ഉപയോഗിക്കുക. അതെ, പലപ്പോഴും ചോദിക്കുന്നത് പോലും അറിയാനായിരിക്കില്ല. ഇവിടെയാണ് പറയുന്നത് വാദം പരിത്യജിക്കണം. ബുധജനൈഹി, വാദം പരിത്യജിക്കണം. അവരെന്താ പറയുന്നത് എന്ന് കേൾക്കാൻ മാത്രമേ നമ്മൾ പരിശ്രമിക്കാവൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ മറ്റൊന്ന്, വിദ്വജനങ്ങളുമായി നമ്മൾ പല വിഷയങ്ങളും ചർച്ച ചെയ്യും. സ്വാഭാവികമായിട്ട് ജിജ്ഞാസുക്കളാവുമ്പോൾ ചർച്ച ചെയ്യണം. വിദ്വാൻമാരെ കൂടെ അല്ലാണ്ട് പിന്നെ അജ്ഞാനിയോട് ചർച്ച ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ പല പ്രക്രിയാ ഭേദങ്ങളുണ്ടാവും. ആത്യന്തികമായ സാരത്തിൽ ഭേദമില്ലെങ്കിലും വേദാന്ത ശാസ്ത്രത്തിലായാലും തത്വവിചാര പ്രകാരത്തിലായാലും
പല പ്രക്രിയകളെ പലരും അവലംബിച്ചിട്ടുണ്ടാവും. ഇപ്പൊ തൻ്റെ ഗുരുനാഥൻ തനിക്ക് തന്ന ഒരു ദിശ, തൻ്റെ ഗുരുനാഥനിൽ തനിക്കുള്ള ബഹുമാനം, അതോടുകൂടി ജീവിക്കുന്ന സന്ദർഭത്തിൽ തദ്ഭിന്നമായൊരു ഒരു ക്രമം മറ്റേ ആചാര്യൻ പറയുമ്പോൾ, ബുദ്ധജനം പറയുമ്പോൾ, ഇങ്ങനെയല്ലല്ലോ, അത് ഇങ്ങനെയാണല്ലോ എന്ന് തർക്കിക്കാനുള്ളൊരു ഒരു പ്രവണത ഉള്ളിൽ വരും. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ നമുക്കൊരു സമ്പ്രദായത്തിൽ നിന്ന് കിട്ടുന്നതാ, അല്ലാണ്ട് പുസ്തകം പഠിച്ചാൽ കിട്ടുന്നതല്ല. ഇതൊക്കെ ഒരു ഗുരുനാഥൻ്റെ അടുത്ത് താമസിച്ച് പഠിക്കുന്ന ഒരു സമ്പ്രദായത്തിൽ നിന്ന് മാത്രമേ ഇത്തരം ശീലങ്ങൾ കിട്ടൂ. കാരണം നമ്മളെ ഗുരുനാഥൻ നമുക്ക് തന്ന രീതിയിലല്ലാതെ വേറൊരു ആചാര്യം പറയുമ്പോൾ നമുക്ക് ഇത് ശരിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വാദത്തിനുള്ളൊരു വാസന വരാൻ സാധ്യത ഉണ്ട്. പാടില്ല. ബുദ്ധജനങ്ങളുമായി വാദത്തിന് പോകാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ചിലപ്പോൾ നമ്മുടെ ധാരണകൾ അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്ന് ഭിന്നമായിട്ടൊരു ആചാര്യൻ പറഞ്ഞു എന്ന് വരും നമ്മളോട്. ഇവിടെ രണ്ടേ ഉള്ളൂ ചിന്തിക്കേണ്ടത്. ഒന്ന്, ആ ആചാര്യൻ വിദ്വാനാണെന്ന് നാം മാനിക്കുന്നുവോ ഇല്ലയോ? ചോദ്യം. രണ്ട് സാധ്യത. ഒന്ന്, അദ്ദേഹം അവിദ്വാനാണെന്നാണ് നമ്മൾ മാനിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം വിദ്വാനാണെന്നാണ് നമ്മൾ മാനിക്കുന്നത്. അവിദ്വാനാണെങ്കിൽ അദ്ദേഹത്തിനോട് ഞാൻ എന്തിനാ വാദിക്കാൻ പോകുന്നത്? അയാളെ നേരെയാക്കാൻ എനിക്ക് കഴിയുക? കാരണം അയാൾ അറിയപ്പെടുന്ന ഒരു ഗുരുനാഥനാണ്, അയാളോട് നേരെയാക്കാൻ എനിക്ക് കഴിയില്ല. അയാൾ വിദ്വാനാണെങ്കിൽ പിന്നെ അയാൾ ഞാൻ എന്തിനാ തർക്കിക്കുന്നത്? അയാൾ പറഞ്ഞത് കേൾക്കല്ലാണ്ട്. രണ്ടായാലും വാദത്തിന്റെ ആവശ്യമില്ല. ഇത് ചിന്തിക്കേണ്ടതാണ്. ഇത് വ്യക്തമാണല്ലോ. ഇത് വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു മഹാത്മാവിനെ കുറിച്ച് നമ്മുടെ സങ്കല്പം ഉണ്ടാവും. അതിന് വിരുദ്ധമായിട്ടോ വിപരീതമായിട്ടോ ഒരു ബുധൻ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല എങ്ങനെയാട്ടോ നമ്മൾ തർക്കിക്കാൻ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ കേൾക്കുന്നു, സന്തോഷം. അതുകൊണ്ട് ഒരു മേഖലയിലായാലും ബുദ്ധജനങ്ങളുമായി വിദ്വജ്ജനങ്ങളുമായി വാദത്തിന് പോകാൻ പാടില്ല. ചിലർ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വാദസാധ്യത ഉണ്ടാക്കും. ചില വിദ്വാൻമാർ ഒരു അങ്ങേയറ്റം ആഴത്തിൽ പോയ വിദ്വാൻമാരായിരിക്കും, പക്ഷേ സാധകന്മാരുമായിട്ട് തർക്കത്തിനുള്ള സാധ്യത അവരുണ്ടാക്കും. എങ്ങനെയായവൻ സമ്പ്രദായ ശുദ്ധി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പറഞ്ഞതിന് ഏതെങ്കിലും വിദ്വാൻ നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയരുത് എന്നല്ല പറഞ്ഞത്. അവിടെ വ്യക്തമായ ഭാഷയിൽ മറുപടി പറയേണ്ടതാണ്. പക്ഷെ വാദത്തിന് പോകാൻ പാടില്ല. വ്യക്തമാണല്ലോ. ഇല്ലേ? സാധകന് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ബുദ്ധജനൈഹി വാദപരിത്യജ്യതാം, ബുദ്ധജനങ്ങളുമായിട്ട് വിദ്വാൻമാരുമായിട്ട് വാദം ഉപേക്ഷിക്കണം. അതിന് പോവരുത്. വൈകാരിക ഭാവത്തെയാണ് ഉണ്ടാക്കുന്നത്. വാദം എപ്പോഴും ഒരു വിജിഗിഷ, അങ്ങനെ ഉണ്ടല്ലോ, വിജയിക്കണം എന്നുള്ളൊരു ഒരു ഇച്ഛയാണ് വാദത്തിൽ ഉണ്ടാവുന്നത്. അവിടെ ശാന്തിയല്ല ഉണ്ടാവുന്നത്. അതുകൊണ്ട് വിദ്വജനങ്ങളുമായി വാദത്തിന് പോകരുത്. അവിദ്വജനങ്ങളുമായിട്ട് വാദത്തിന് പോകാമോ? അവിദ്വജനങ്ങളുമായിട്ട് വാദത്തിന് പോകേണ്ട ആവശ്യം എന്താ? രണ്ടുമില്ല. അതുകൊണ്ട് ആരുമായിട്ടും നീ വാദത്തിനൊന്നും പോണ്ട. ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ വിചാരിക്കേ ശങ്കരാചാര്യരൊക്കെ വാദത്തിനല്ലേ പോയിട്ടുള്ളത്? ശങ്കരാചാര്യരൊക്കെ പല പല പക്ഷികളുമായിട്ട് വ്യത്യസ്ത ദാർശനികരുമായി വാദം ചെയ്തിട്ടല്ലേ സർവജ്ഞപീഠം കയറിയിട്ടുള്ളത്. ആയിക്കോട്ടെ. അപ്പൊ പിന്നെ വേദാന്ത പക്ഷം ആശ്രയിക്കുന്നവർ വാദത്തിന് പോണ്ടേ? ശങ്കരാചാര്യർ പോയിക്കോട്ടെ.
ഇത് സാധകനുള്ള ഉപദേശമാണ്, സിദ്ധനുള്ള ഉപദേശമല്ല. ഒരാൾ എവിടെ ചെന്നാലും എവിടെ എത്തിയാലും ഒരു മാറ്റവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് സ്വയം ഉയർന്നിട്ടുണ്ട്. അയാൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, നമുക്കെന്ത് വേണം? അയാൾ എന്ത് ചെയ്താലും വിരോധമില്ല. ഇത് സാധകനുള്ള ഉപദേശമാണ്, സിദ്ധന്റെ ലക്ഷണമല്ല ഈ പറയുന്നത്. രണ്ടും രണ്ടാണ്. ആരുരുക്ഷോർ മുനേർ യോഗം കർമ്മകാരണം ഉച്യതേ യോഗാരൂഢസ്യ തസ്യൈവ ശമകാരണം ഉച്യതേ. യോഗാരൂഢനായി കഴിഞ്ഞാൽ ശമമാണ്, പിന്നെ അവനൊന്നുമില്ല, അവന് നിയമങ്ങളൊന്നുമില്ല. പക്ഷെ ആരുരുക്ഷുവാണെങ്കിൽ, ആരോഹണം ചെയ്യാൻ ഇച്ഛിക്കുന്നവനാണെങ്കിൽ അവന് ക്രമമുണ്ട്, അവന് സാധനാക്രമമുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് പലപ്പോഴും നമ്മൾക്ക് തെറ്റ് വന്നു പോകുന്ന വിഷയമാണ്. രണ്ട് വിദ്വാൻമാരുമായിട്ട് എന്തെങ്കിലും വാദമുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോഴാണ് ഒരു വിദ്വാന്റെ ശിഷ്യൻ അവിടെ എത്തുന്നത്. അപ്പൊ തന്റെ ഗുരുനാഥന് അനുകൂലമായിട്ട് താനും വാദത്തിൽ പങ്കുചേർന്നാൽ ആ രണ്ട് വിദ്വാൻമാരും അതിനനുമോദിക്കുകയില്ല. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് വാക്യാർത്ഥശ്ച വിചാര്യതാം ശ്രുതിശിരപക്ഷസമാശ്രീയതാം ദുസ്തർക്കാസു വിരമ്യതാം ശ്രുതിമതസ്തർക്കോനുസന്ധീയതാം ബ്രഹ്മൈവാസ്മി വിഭാവ്യതാമഹരഹർഗർവഃ പരിത്യജ്യതാം ദേഹോഹം മതിരുജ്യതാം ബുധജനൈർവാദ പരിത്യജ്യതാം. ഇതൊക്കെ സാധനാക്രമങ്ങളാണ്. ഓരോന്നും സാധനയാണ്. സാധനയുടെ ഓരോ പടിയാണ്. 40 പടികളിൽ ഓരോ പടിയാണ്. ഓരോ പടി കയറുന്നതിനനുസരിച്ച് നമ്മൾ അങ്ങനെ മുന്നോട്ട് 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 പോവുകയായി, സാധന ഇല്ലാതാവുന്നത് വരെ. സിദ്ധസ്തുതിയിൽ സാധനയില്ല. പിന്നെ സാധകനെ പോലെ അഭിനയിച്ചാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. അവൻ ആത്മാരാമനായി കൃതാർത്ഥനായി തീരുന്നു. ആ കൃതാർത്ഥതയിലേക്ക് ഉയരുന്നത് വരെ പടികളിലൂടെ കയറുക തന്നെ വേണം. ശ്രദ്ധിക്കുക. പിന്നെ അങ്ങനെ ജീവിക്കുമ്പോൾ മനനം ചെയ്ത് ബ്രഹ്മൈവാസ്മി എന്ന് വിഭാവന ചെയ്ത്, അല്ലെങ്കിൽ സ്വയം ശ്രുതിമതമായ തർക്കത്തെ ഉള്ളുകൊണ്ട് അനുസന്ധാനം ചെയ്ത് കഴിയണം എന്ന് പറഞ്ഞു. അങ്ങനെ സാധനാക്രമത്തിൽ ജീവിക്കുമ്പോൾ ശരീരമുണ്ട്, ശരീരത്തിലാണ് കഴിയുന്നത്. പ്രാരബ്ധക്ഷയം വരെ ശരീരം ഉണ്ടാവും. മാത്രവുമല്ല, തത്വവിചാരത്തിനുള്ള വാഹനമാണ് ശരീരം. സാധകനെ സംബന്ധിച്ച് തൻ്റെ തത്വവിചാരത്തിനുള്ള വാഹനമാണ് ശരീരം. അതുകൊണ്ട് ശരീരം മുഖ്യമാണ്. ശരീരം ഞാനല്ല എന്ന് നേരത്തെ പറഞ്ഞു. ഞാനല്ലെങ്കിലും അതിനെ വേണ്ട പോലെ പരിപാലിക്കണ്ടേ? വേണം. നമുക്കൊരു കാറുണ്ടെങ്കിൽ, നമുക്കൊരു കുതിരവണ്ടി ഉണ്ടെങ്കിൽ, നമുക്കൊരു സൈക്കിൾ ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു വാഹനം ഉണ്ടെങ്കിൽ അത് ഞാനല്ല എന്നറിയാം. എന്നാലും അതിനെ വേണ്ട കണ്ടീഷനിൽ നിലനിർത്തണം. അതിനെ കഴുകണം, അതിനെ ഓയിൽ ഇടണം, അതിനെന്തൊക്കെയാ വേണ്ടത് വെച്ചാൽ അതൊക്കെ ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ ശരീരത്തെയും വേണ്ടതുപോലെ പരിപാലിച്ചോളണം. നിർബന്ധമാണ്. അതാണ് പറയുന്നത്, ക്ഷുദ്വ്യാധിശ്ച ചികിത്സ്യതാം പ്രതിദിനം ഭിക്ഷൗഷധം ഭുജ്യതാം സ്വാദ്വന്നം ന തു യാച്യതാം വിധിവശാത് പ്രാപ്തേന സന്തുഷ്യതാം ശീതോഷ്ണാദിവിഷഹ്യതാം ന തു വൃഥാ വാക്യം സമുച്ചാര്യതാം ഔദാസീന്യമഭീപ്സ്യതാം ജനകൃപാ നൈഷ്ഠുര്യമുത്സൃജ്യതാം.